ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ബോട്ട് നെക്കിൻ്റെ ഒരു ടോപ്പ് തയ്ച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ലീവ് പലതരത്തിലുള്ള സ്ലീവ് ഉണ്ടല്ലേ. നമ്മളിപ്പോൾ ഞാൻ 2 സ്ലീവ് കാണിച്ചു. ചെറിയ സ്ലീവ് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു. പിന്നെ ഹാഫ് സ്ലീവ് ഞാൻ ഇന്നലെ തയ്ച്ച് കാണിച്ചു. ഇനി അടുത്ത് നമ്മളൊരു അംബ്രല്ല സ്ലീവ്, അതായത് വെട്ടൊന്നുമില്ലാത്ത അംബ്രല്ല സ്ലീവ് തന്നെ 3 തരത്തിലുണ്ട്. അതായത് ഒരെണ്ണം വെട്ടില്ലാത്തത്, പിന്നെ സ്ലീവിൻ്റെ അവിടെ വെട്ടുള്ളത് ഒരെണ്ണമുണ്ട്. പിന്നെ നമ്മൾ ഈ സ്ലീവ് റൗണ്ട് സ്ലീവിൻ്റെ അതേ ഷേപ്പിൽ തന്നെ തയ്ച്ചിട്ടുള്ള ഒരു സ്ലീവ് കൂടിയുണ്ട്. അപ്പോൾ ഇത് ഇപ്പം നമ്മളിത് ഫുൾ ചുറ്റും ഒരു വെട്ടുമില്ലാണ്ട് ഫുൾ അംബ്രല്ല വെച്ചൊരു സ്ലീവ് എങ്ങനെ തയ്ക്കാമെന്ന് ഞാൻ കാണിക്കാം. അപ്പം ഞാനിവിടെ ഒരു ടോപ്പ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. ഈ ടോപ്പിൻ്റെ മോഡലെല്ലാം കഴിഞ്ഞ ദിവസം വേറെ ഒരു ടോപ്പിൽ ഞാൻ തയ്ച്ച് ഹാഫ് സ്ലീവായിട്ട് തയ്ച്ച് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തയ്ക്കണതൊന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ ബാക്കിൽ സിബൊക്കെ വെച്ച് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്ലീവ് ഇങ്ങനെ എല്ലാം കൂട്ടി അടിച്ചു വെച്ചേക്കുക. റൗണ്ട് സ്ലീവ് പിടിപ്പിക്കണം. അതാണ് ഒരു തയ്യലൊന്നും ഇല്ലാതെ ഉള്ള അംബ്രല്ല സ്ലീവ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയും കട്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. എന്നിട്ട് തയ്ക്കണത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞുതരാം. ഒരു കുട്ടിയുടെ ആം ഹോൾ റൗണ്ട് എത്രയാണെന്ന് ആദ്യം നോക്കണം. ഇപ്പം ഞാൻ എടുക്കാൻ പോണ കുട്ടിയുടെ ആം ഹോൾ റൗണ്ട് 14ആണ്. അതുപോലെ തന്നെ ഇറക്കം എത്ര, നമുക്ക് ഇഷ്ടമുള്ള ഇറക്കം എടുക്കുക. അപ്പോൾ നമ്മൾ ഇറക്കം എടുക്കുമ്പോൾ അത്രയും തന്നെ താഴോട്ടേക്ക് തൂങ്ങിക്കിടക്കും. അതനുസരിച്ച് വേണം ഇറക്കം എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു 8 ഇഞ്ച് ഇറക്കമാണ് എടുക്കാൻ പോണത്. അപ്പോൾ ആം ഹോൾ റൗണ്ട് 14ൻ്റെ പകുതി 7, 7ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി കൂട്ടണം. അപ്പോൾ നമുക്ക് 8, അങ്ങനെ ആം ഹോൾ റൗണ്ട് അപ്പോൾ 16 ആവും. അപ്പോൾ ആ ഇറക്കം ആദ്യം എടുത്തിട്ട് തുണീനെ 8 ആയിട്ട് മടക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇറക്കം എടുക്കുക. ഇറക്കത്തിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് കൂട്ടിയിടുക. ഇറക്കത്തിൻ്റെ കൂടെ 2.5 ഇഞ്ച്. അപ്പോൾ 8 10 എടുത്തു. ഉണ്ടോ? 10 എടുത്തിട്ട് ആദ്യം ഒന്ന് മടക്കി എന്നിട്ട് ആ 10 തന്നെ ഇങ്ങോട്ടും അളവെടുത്തിട്ട് മടക്കുക. ഇപ്പോൾ ഇത് ഒരു കൈക്കായി. കണ്ടോ? 10 എടുത്ത് ഇങ്ങോട്ട് മടക്കി. ഇപ്പോൾ ഇത് ഒരു കൈക്കായി. വീണ്ടും ഒന്നും കൂടി മടക്കാം. നമുക്കിത് 2 കൈ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വീണ്ടും ഒന്നും കൂടി മടക്കുമ്പോൾ കണ്ടോ ഇത്രയും കിട്ടി. എന്നിട്ട് ഇതിനെ 4ആയിട്ട് മടക്കണം. ഇങ്ങനെ മടക്കണം. അപ്പോൾ ഇത് 2 കൈക്കുള്ളത് കിട്ടും. ഇപ്പോൾ 2.5 ഇഞ്ച് നമുക്ക് കൂടുതൽ എടുക്കാൻ പറഞ്ഞു. അതെന്തിനാണെന്നറിയാവോ? ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടു. അത് വേണമെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അവിടെ ഇത് നമുക്ക് ബാക്കിയുള്ളത് ഇത് 2 സ്ലീവിനുള്ളതായത്. അപ്പോൾ നമ്മളിങ്ങനെ ഈ 2 സ്ലീവിനുള്ളത് മടക്കി ഇട്ടിട്ട് നമുക്കിത് ഇതിവിടെ എങ്ങും വെട്ടില്ലാത്ത ഒരു സൈഡുണ്ട്. ആ സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ മടക്കാം. കണ്ടോ? ഈ സൈഡിൽ നമ്മൾ എങ്ങും വെട്ടില്ലാത്ത ഇത് കണ്ടോ? ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. ഇങ്ങനെ വെട്ടില്ലാത്ത സൈഡിലേക്ക് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട്. ആ വെട്ടില്ലാത്ത സൈഡിലേക്ക് വീണ്ടും കോണാകൃതിയിൽ മടക്കണം. മടക്കിയിട്ട് നമ്മുടെ 16 ഇഞ്ച് നമ്മൾ എടുത്തല്ലോ. ആ 16 ഇഞ്ചിൽ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 8 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്ക് 2 കിട്ടും. ആ 2 ഇവിടെ എവിടെയാണെന്ന് നോക്കണം. അവിടേക്ക് നേരെ ഒരു വര കൊടുക്കുക. ആ 2 ഇഞ്ചിലേക്ക് കൂടുതലായ ആ റൗണ്ട് കൂടിപ്പോകും. എന്നിട്ട് ഇതാണ് നമ്മുടെ ഇറക്കം എടുത്തിരിക്കുന്നത്. ആ ഇറക്കത്തിൻ്റെ അവിടേക്ക് ചോക്ക് ഈ ടേപ്പിൻ്റെ ഇവിടെ വയ്ക്കുക. അല്ലെങ്കിൽ ഈ ടേപ്പിൻ്റെ ഇവിടെയായിട്ട് ഒരു തുളയുണ്ട്. അതല്ല പേന എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെച്ച് ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പം ഞാൻ ഈ ചോക്ക് കൊണ്ട് വരച്ച് നിങ്ങൾക്ക് കാണിക്കാം. ഈ ചോക്ക് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഈ തുമ്പത്തൊന്ന് കണ്ടോ കറക്റ്റായിട്ട് കിട്ടി. അതുപോലെ തന്നെ നമ്മളിവിടെ 2 എടുത്തല്ലോ. ഈ 2 എടുത്തോടത്തും അങ്ങനെ റൗണ്ടായിട്ട് വേണം വരയ്ക്കാനായിട്ട്.
ഇങ്ങനെ ഒരു റൗണ്ട് ആകൃതിയിൽ വേണം വരാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇത് 2 സ്ലീവും കൂടിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ 2 സ്ലീവിനും കിട്ടി. ഇതൊരു സ്ലീവ്, ഇത് ഒരു സ്ലീവ്. പിന്നെ ഇതിൻ്റെ ഈ കൈ ഇവിടെ അടിവശത്ത് നമുക്ക് ഒന്നല്ല ലോക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ലേസ് എന്തെങ്കിലും വെച്ച് ഭംഗി കൂട്ടാം. അത് നമ്മുടെ ഇഷ്ടമാണ് അതൊക്കെ. ഇനി ഞാൻ ഇത് തയ്ക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ നമ്മളെ ഈ സ്ലീവിൻ്റെ നല്ല പുറവും കൂടി വെച്ച് റൗണ്ടിൽ അടിക്കുക. അത്ര പണിയേ ഉള്ളൂ ഇതിന്. വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വെട്ടണം. ഇതുകൊണ്ടോ ഇവിടെ ഞാൻ ഇത് കണ്ട ഇതിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് തൂങ്ങിക്കിടക്കും. അടുത്ത അംബ്രല്ല കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അതിൻ്റെ സ്ലീവൊക്കെ വെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ചുരുങ്ങി കിടക്കണതാണ്. ഇതുപോലെ ഇരിക്കും. ഇതുപോലെ തന്നെ അടുത്ത കൈയും കൂടെ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. അടുത്ത കൈയും കൂടെ ഇതുപോലെ തയ്ക്കുക. നമ്മുടെ 2 സ്ലീവും റെഡിയായി. ഇനി ഇതിൻ്റെ സൈഡ് ലോക്ക് ചെയ്തിട്ട് ഇത് ഇട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ 2 സ്ലീവും റെഡിയാക്കിയേക്കുന്നത്. അംബ്രല്ല സ്ലീവ് ഉണ്ടോ? ബോട്ട് നെക്ക്, അംബ്രല്ല സ്ലീവ്, സിബ്. അപ്പോൾ എല്ലാവർക്കും ഈ സ്ലീവ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇത് തയ്ച്ച് നോക്കുക കേട്ടോ.